ഉൽപാദനത്തിന്റെ സുപ്രധാന ഘടകമായ ഭൂമി പരിമിതമായ ഒന്നാകയാൽ ഒരൊറ്റ ഉൽപ്പന്നത്തിന്റെ ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുകയല്ല കർഷകന്റെ ലക്ഷ്യം. എണ്ണത്തിൽ വളരെയധികമുള്ള ഇടത്തരം കർഷകരുടെ കാര്യത്തിലാണ് സംയോജിത ഭൂവിനിയോഗ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവന്നത്. കർഷകർ പ്രധാനമായും ശ്രദ്ധയൂന്നുന്നത് വരുമാനത്തിലും തൊഴിൽ ലഭ്യതയിലും വിള ഉൽപാദനത്തിലുമാണ്. ഈ സാഹചര്യത്തിൽ കാർഷിക വരുമാനം സമ്പുഷ്ടമാക്കുന്നതിന് അനുയോജ്യമായ പദ്ധതികൾ ഉരുത്തിരിച്ചെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സംയോജിത കൃഷി സമ്പ്രദായം കാർഷിക മാതൃകയുടെ പരമാവധി ഉൽപാദനത്തിലും വിഭവങ്ങളുടെ ഉത്തമമായ വിനിയോഗത്തിനും വേണ്ടി കാർഷിക വിദ്യകളിൽ ഒരു വ്യതിയാനം അവതരിപ്പിച്ചു. സംയോജിത കൃഷി സമ്പ്രദായത്തിൽ കാർഷിക അവശിഷ്ടങ്ങൾ ഉൽപാദനപരമായ ആവശ്യങ്ങൾക്കായി മെച്ചപ്പെട്ട രീതിയിൽ പുനഃസംസ്കരിക്കപ്പെട്ടു. കർഷകരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾക്ക് അനുയോജ്യമാകുന്ന ക്ഷീരകൃഷി, കോഴിക്കൃഷി, പന്നിവളർത്തൽ, മത്സ്യകൃഷി, പട്ടുനൂൽ കൃഷി തുടങ്ങിയ കാർഷിക സംരംഭങ്ങളുടെ വിവേകപൂർണമായ ഒരു മിശ്രണം കൃഷിയിൽ അഭിവൃദ്ധി കൊണ്ടുവരും. സംയോജിത കൃഷി സമ്പ്രദായത്തിന്റെ നേട്ടങ്ങൾ ഇവയൊക്കെയാണ്: ഉയർന്ന ഭക്ഷ്യോൽപാദനം, ജൈവാവശിഷ്ടങ്ങളുടെ പുനഃസംസ്കരണത്തിലൂടെ സ്ഥിരതയുള്ള വളക്കൂറും ഉൽപാദനക്ഷമതയും, അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഏകോപനം കാരണം മാംസ്യം, അന്നജം, കൊഴുപ്പ്, ധാതുക്കൾ, ജീവകങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ പോഷകാഹാരത്തിന്റെ ലഭ്യത വർദ്ധിക്കും. കോഴി വളർത്തൽ, പ്രാവ് വളർത്തൽ എന്നീ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളുടെ കാര്യക്ഷമമായ പുനഃസംസ്കരണത്തിലൂടെ സംയോജിത കൃഷി പരിസ്ഥിതി സംരക്ഷണത്തെ സഹായിക്കും. സംയോജിത കൃഷിയിലെ പരസ്പര ബന്ധിതമായ പ്രവർത്തനങ്ങളിലൂടെ മുട്ട, പാൽ, തേൻ എന്നിവ പോലെയുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നും നിരന്തരമായ സ്ഥിര വരുമാനം. സംയോജിത കാർഷിക സമ്പ്രദായം വർഗവൈവിധ്യത്തിന്റെ ഒരു കലവറയാണ്. ദീർഘകാല നിലനിൽപ്പിന് അത്യാവശ്യമായ പാരിസ്ഥിതിക ചുറ്റുപാടിനെ പുഷ്ടിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇത് മണ്ണിന്റെ പോഷക പ്രക്രിയയെ വർദ്ധിപ്പിക്കുകയും കീടങ്ങളുടെ പെറ്റുപെരുകലിനെ തടയുകയും ചെയ്യും. സംയോജിത കൃഷിയുടെ കാർഷികപരവും സാമൂഹിക സാമ്പത്തികപരവും പാരിസ്ഥിതികവുമായ നേട്ടങ്ങൾ എല്ലാ തരത്തിലുമുള്ള കർഷകർക്കും പ്രായോഗികമായി അനുയോജ്യവുമാണ്. ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിന് സംയോജിത കാർഷിക സമ്പ്രദായം ഗുണപ്രദവും വിഭവ അടിത്തറയെ പരിരക്ഷിക്കുന്നതുമാണ്. സംയോജിത കൃഷിയുടെ മാതൃകകളെ കാർഷിക പങ്കാളിത്ത പരീക്ഷണങ്ങളിലൂടെ പിഴവറ്റതാക്കാൻ സാധിക്കും. കൃഷിയിൽ സുസ്ഥിരത ഉറപ്പാക്കാൻ ഇത്തരം മാതൃകകളുടെ വ്യാപനം സഹായിക്കും. നമസ്കാരം. കൃഷി ദർശനിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വൈവിധ്യമാർന്ന സസ്യജാലങ്ങളും മനോഹരമായ ജന്തുലോകവും പരസ്പരം പൂരകങ്ങളായി നിലകൊള്ളുന്ന ഒരു സഹവർത്തിത്വമാണ് ജീവന്റെ തന്നെ നിലനിൽപ്പ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിന്റെ തനതായ കാർഷിക രീതി എന്ന് പറയുന്നതും അതുതന്നെ. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് കരമനയിൽ പ്രവർത്തിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിന്റെ തലവനായ ഡോക്ടർ ജേക്കബ് ജോൺ ആണ്. ജേക്കബിനോട് നമുക്ക് ചോദിക്കാം, സമ്പ്രദായം ഈ ഒരു സംയോജിത കൃഷി സമ്പ്രദായത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ജേക്കബിനോട് നമുക്ക് ചോദിക്കാം. ആദ്യമായി ചോദിക്കാനുള്ളത്, അഖിലേന്ത്യാ തലത്തിലും അതുപോലെ കേരളത്തിലും ഈ സംയോജിത കൃഷി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാൻ കഴിയുമോ? ഈ സംയോജിത കൃഷി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം ഇവിടെ ഏറ്റവും അധികം ചെറുകിട നാമമാത്ര കർഷകരാണ്. അപ്പോൾ അവർക്ക് ഒരു ഏകവിളയെക്കാട്ടിയും ബഹുവിള സമ്പ്രദായമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇത് മനസ്സിലാക്കി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് സംയോജിത കൃഷി സമ്പ്രദായത്തിനെ പറ്റി ആസ്പദമാക്കിയുള്ള ഒരു ബൃഹത് ഗവേഷണ പദ്ധതി തന്നെ ആസൂത്രണം ചെയ്ത് 2010 കേരളത്തിൽ അത് ലോഞ്ച് ചെയ്തു. അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് നടപ്പിലാക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഭക്ഷ്യസുരക്ഷ. കർഷകരുടെ ആദായമാണെങ്കിൽ ഇരട്ടിപ്പിക്കുക, മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം,
ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ ഉദ്ദേശമിടുന്നുണ്ട്. എന്നാൽ ഈ ലക്ഷ്യങ്ങളെല്ലാം ഒറ്റയടിക്കാണെങ്കിൽ നിറവേറാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഈ സംയോജിത കൃഷി സമ്പ്രദായം എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 97% കർഷകരും നാമമാത്ര കർഷകരാണ്. അതായത് 1 ഹെക്ടർ അല്ലെ 2.5 ഏക്കറിന് താഴെ ഭൂമി കൈവശമുള്ളവരാണ്. അതിൻ്റെ ഒരു ശരാശരി വിസ്തൃതി കേരളം ഒട്ടാകെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നടന്ന സെൻസസ് പ്രകാരം വെറും 33 സെന്റാണ്. അപ്പോൾ ഈ 33 സെന്റിൽ ഒരു ഏകവിള മാത്രം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനാണെങ്കിൽ ഒരു സുസ്ഥിരത കൈവരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരുപാട് വെല്ലുവിളികളാണെങ്കിൽ നേരിടേണ്ടി വരും, ഭീഷണികളും നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സംയോജനം വിളകൾ മാത്രമല്ല, വൃക്ഷങ്ങളും മറ്റ് സംരംഭങ്ങൾ, അതായത് പശു, ആട്, കോഴി, മത്സ്യം, താറാവ്, തേനീച്ച വളർത്തൽ, കൂൺ കൃഷി, ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിക്ക് വളരെയധികം പ്രാധാന്യം കേരളത്തിലർഹിക്കുന്നു. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള ഹരിത കേരള മിഷൻ, പിന്നെ അതുപോലെ തന്നെ ആത്മയിലുള്ള ചില പദ്ധതികൾ, കൃഷി ഡിപ്പാർട്ട്മെന്റ് പദ്ധതികളിൽ ഊന്നൽ കൊടുക്കുന്നത് സംയോജിത കൃഷിയാണ്. കാരണം ഈ ഒരു ഒറ്റ പദ്ധതിയിൽ കൂടെ മാത്രമേ നമുക്ക് കർഷകന്റെ ആദായമാണെങ്കിൽ വർദ്ധിപ്പിക്കാനും പറ്റത്തുള്ളൂ, അതേസമയം ഒരു സ്ഥിരത അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയും നൽകാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ഇന്നത്തെ ഒരു കൃഷി രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഒരു വിളയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഈ പറഞ്ഞ തരത്തിൽ ഈ ജീവജാലങ്ങൾ തമ്മിലൊരു ബന്ധം നഷ്ടപ്പെടത്തക്ക രീതിക്കുള്ള ഒരു കൃഷി രീതിയിലേക്ക് കേരളം മാറിപ്പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു കാലഘട്ടത്തിൽ ചില വിളകൾ ഏകവിളയായിട്ടാണെങ്കിൽ വന്നപ്പോൾ, പ്രത്യേകിച്ച് റബ്ബർ, വാനില, ഇവയൊക്കെ വന്നപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കൃഷി സമ്പ്രദായങ്ങളെ ആണെങ്കിൽ തകർക്കുന്നതിലൊരു വലിയൊരു പങ്ക് അത് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് തോന്നുന്നു കർഷകരും മറ്റ് വികസന ഡിപ്പാർട്ട്മെന്റുകളും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു കൃഷി എല്ലാ വിളകൾക്കും മറ്റ് സംരംഭങ്ങൾക്കും പ്രാധാന്യം കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രകൃതിയിലുള്ള സ്രോതസ്സുകളെ ആണെങ്കിൽ സംരക്ഷിക്കുകയും അതേസമയം തന്നെയാണെങ്കിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രത നൽകാനും കഴിയത്തുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് അങ്ങ് തലവനായിട്ടുള്ള സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ തന്നെ ഇത്തരം നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇതുപോലെയുള്ള മോഡൽസ്, അതിനെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാമോ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ദേശീയ തലത്തിലെ എല്ലാ സംസ്ഥാനത്തിലും നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഈ സംയോജിത കൃഷി സമ്പ്രദായത്തിന്റെ വിവിധ വശങ്ങൾ പഠിക്കുക. മാത്രമല്ല, ഇതിനെയാണെങ്കിൽ പല രീതിയിലുള്ള മാതൃകകൾ വികസിപ്പിച്ചെടുക്കുക, അത് കർഷകരുടെ ആണെങ്കിൽ തോട്ടങ്ങളിലാണെങ്കിൽ അല്ലെ പാടങ്ങളിൽ പരീക്ഷിക്കുക, എന്നിട്ട് ശുപാർശ ചെയ്യുക, എന്നിട്ട് വികസിപ്പിച്ചെടുക്കുക, അതിനെ വീണ്ടും വ്യാപകമാക്കുക. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാനത്തിൽ കേരള കാർഷിക സർവകലാശാലയാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കരമന സ്ഥിതി ചെയ്തിരിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം കർഷകർക്ക്, ചെറുകിട നാമമാത്ര കർഷകർക്ക് അനുയോജ്യമായിട്ടുള്ള ചില മാതൃകകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്, സംയോജിത കൃഷി മാതൃകകൾ. അത് അവിടെ വന്നാൽ ആർക്കും കാണാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലധിഷ്ഠിത സംയോജിത കൃഷി സമ്പ്രദായ മാതൃകയാണ്. അതിലെ പ്രധാനപ്പെട്ട വിള എന്ന് പറഞ്ഞാൽ നെല്ലാണ്. അതുകൂടാതെ നമ്മളിപ്പം നെല്ലെടുത്തു കഴിഞ്ഞ് വേനൽക്കാലം വരുമ്പോൾ അവിടെ പച്ചക്കറികൾ, അതായത് വെണ്ട, പിന്നെ ചോളം, അതുപോലെ തന്നെ പച്ചില വളമായ ഡേഞ്ച, ഇവയൊക്കെയാണെങ്കിൽ വേനൽക്കാലത്ത് വളർത്തുന്നു. ഇതിനോട് തന്നെ സംയോജിപ്പിച്ചുള്ളതാണ് മീൻ വളർത്തൽ, അതുപോലെ തന്നെ താറാവ് വളർത്തലും. ഈ മീൻ കുളത്തിന്റെ ഇരുവശത്തുമുള്ള സ്ഥലത്ത് നമ്മൾ പച്ചക്കറി നടുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് കുമ്പളങ്ങ നട്ടിരിക്കുന്ന നെയ് കുമ്പളങ്ങ, അത് വളരെ മനോഹരമായിട്ട് ഈ പറഞ്ഞ സ്ഥലത്തിനെ ഉപയോഗിച്ച് നമ്മുടെ മീൻ കുളത്തിന്റെ മുകളിൽ കൂടെ വളരുന്നു. നമ്മൾ സാധാരണ വളർത്തുന്ന താറാവ് കുട്ടനാടൻ പ്രദേശത്ത് നമ്മുടെ തനതായിട്ടുള്ള ചാര ചെമ്പല്ലി എന്ന് പറയുന്ന താറാവ് ഇനങ്ങളാണ്. ഇതിൻ്റെ അകത്തെ മത്സ്യങ്ങൾ പലതരമുണ്ട്, കട്ട്ല, റോഹു. ഇപ്പം ഈ ചിത്രത്തിൽ കാണുന്നത് ഗിഫ്റ്റ് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയയുടെ തന്നെ നല്ലൊരു ഇനമായിട്ടുള്ള ഒരു മത്സ്യമാണ്. രണ്ടാമതുള്ള ഒരു മാതൃക എന്ന് പറയുന്നത് തെങ്ങധിഷ്ഠിത സംയോജിത കൃഷി സമ്പ്രദായ മാതൃകയാണ്. ഇതിൽ പ്രധാന വിള തെങ്ങാണ്. ഇതുകൂടാതെ ചീമപ്ലാവ്, ഗ്രാമ്പു, തേക്ക് ഒക്കെ ഇടവിളകളായിട്ടുള്ള മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, മത്സ്യകൃഷിയായിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് തിലാപ്പിയ
വളർത്തുന്നുണ്ട്. ഇത് തെങ്ങിൻ്റെ ഇടയ്ക്കുള്ളത് മത്സ്യം വളർത്തിയിരിക്കുന്നതാണ്. മറ്റ് പക്ഷികളും പാമ്പ്, ആമ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മത്സ്യത്തിനെ ഈ രീതിയിൽ നെറ്റിട്ട് വളർത്തുന്നത്. ആ മത്സ്യത്തിൻ്റെ ഇടയ്ക്ക് അതുകൂടാതെ ഇടവിളയായിട്ടാണെങ്കിൽ നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ വരമ്പിൽ കൂടെ ആണെങ്കിൽ പപ്പായ വളർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ മത്സ്യം വളർത്തിയിരിക്കുന്നത് പിടിക്കുന്നതാണ്. ഇതാണ് നമ്മൾ വളർത്തുന്ന മത്സ്യം, ഗിഫ്റ്റ് എന്ന് പറഞ്ഞ്. ഒരു 8-9 മാസം കഴിയുമ്പോൾ ഏകദേശം 1/4 കിലോയോളം ഒരു മീനിനാണെങ്കിൽ തൂക്കം വരും. എന്നാൽ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 1.5 കിലോ വരെ ആണെങ്കിൽ ഇതിന് തൂക്കം വരാം. ഇതിന് നമ്മൾ ഭക്ഷിക്കാൻ കൊടുക്കുന്നത് അവിടെ തന്നെ നമ്മൾ ഓട് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ അകത്ത് വളർത്തുന്ന അസോളയാണ്. അടുത്തത് വാഴ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കൃഷി സമ്പ്രദായമായി. ഈ പറഞ്ഞ എല്ലാ കൃഷി സമ്പ്രദായങ്ങളിലും ഈ 2 പശു വീതം വെച്ചും ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ജൈവ അവശിഷ്ടങ്ങളെല്ലാം പുനഃചംക്രമണം നമ്മൾ ചെയ്യുന്നുണ്ട്. വാഴ അധിഷ്ഠിത കൃഷി സമ്പ്രദായങ്ങൾ അടിസ്ഥാനപരമായിട്ട് വാഴയാണ്. വരമ്പുകളിലെല്ലാം നമ്മൾ അതിർത്തിയിലൊക്കെ തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട്. ഇടവിളയായിട്ടാണെങ്കിൽ ചീര, തോട്ടപ്പയർ, അതുപോലെ മറ്റ് പയർവർഗ്ഗങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ പശുവിനെ ആണെങ്കിൽ നമ്മൾ നിലനിർത്തുന്നുണ്ട്. ഇതുകൂടാതെ ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റിനോട് ഇതാണെങ്കിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. വാഴയിൽ നിന്ന് കിട്ടുന്ന തടകൾ മുഴുവനും മണ്ണിര കമ്പോസ്റ്റാക്കി തിരിച്ച് വീണ്ടും വാഴയ്ക്കാണെങ്കിൽ നൽകുന്നു. ഏറ്റവും അവസാനം നമ്മുടെ കേരളത്തിൽ ഏറ്റവും സാധാരണ കർഷകരുടെ ഇടയിൽ കാണുന്ന പുരയുടെ കൃഷി, അല്ല വീട്ടുവളപ്പിലുള്ള കൃഷിയുടെ ഒരു മാതൃകയാണ്. ഈ എല്ലാ മാതൃകകളും ഞാൻ പറഞ്ഞു നാമമാത്ര കർഷകർക്കായതുകൊണ്ട് തന്നെ 50 സെന്റിനുള്ള മാതൃകകളായിട്ടാണ് നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ ഉള്ള ഘടകങ്ങൾ ഒന്നൊരു പച്ചക്കറി തോട്ടമുണ്ട്. അവിടെ പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്. കോഴി വളർത്തലുണ്ട്. ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി ഇതുപോലത്തെ പുരയുടെ തോട്ടങ്ങളിലാണെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് തന്നെയാണെങ്കിൽ അവിടുത്തെ വേസ്റ്റൊക്കെ തിന്ന് ജീവിക്കാൻ പറ്റുന്ന കോഴിയുണ്ട്. ഇത് അസോളയിൽ ഭക്ഷിക്കുന്ന ഒരു ചിത്രമാണ്. അതുകൂടാതെ വീട്ടിലെ മാലിന്യം മുഴുവൻ സംസ്കരിക്കാനായിട്ട്, കഴിക്കുന്ന ഭക്ഷണം പോലും സംസ്കരിക്കാൻ പറ്റുന്ന ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന ഗ്യാസ് വെച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന സ്ലറി കലക്കി മറ്റ് വിളകൾക്ക് വളമായിട്ടാണെങ്കിൽ നമ്മൾ പുനഃചംക്രമണം ചെയ്യുന്നുണ്ട്. ഇടവിളയായിട്ടാണെങ്കിൽ സുഗന്ധവിളകൾ, മറ്റ് വിളകൾ ചെയ്യുന്നു. ഇത് വീട്ടുവളപ്പിൽ തന്നെ മീനിനെ വളർത്താനുള്ള ഒരു അക്വാകൾച്ചർ യൂണിറ്റാണ്. വെള്ളം നിരന്തരം മാറ്റേണ്ടി വരത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു റീസൈക്ലിംഗ് സംവിധാനം നമ്മൾ വെച്ചിട്ടുണ്ട്. മാസത്തിൽ ഒരിക്കൽ മാത്രം വെള്ളം മാറ്റിയാൽ മതിയാവും. ഇതുകൂടാതെ വീടിന്റെ സ്ഥലം മുഴുവൻ ഉപയോഗിക്കാനായിട്ട് വീട്ടിന്റെ മട്ടുപ്പാവില് മാതൃക ഒരു മട്ടുപ്പാവ് തോട്ടവും കൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 120 ചതുരശ്ര മീറ്ററാണ് ഈ ടെറസിന്റെ വിസ്തൃതി. ഇതിൽ നിന്ന് ഏകദേശം 200-250 കിലോ പച്ചക്കറി, വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ഒരു വർഷം തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 4 മാതൃകകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതിന്റെ പല പല വശങ്ങൾ നമ്മൾ ഗവേഷണം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ പുനഃചംക്രമണം വഴിയാണെങ്കിൽ നമുക്ക് രാസവളത്തിന്റെ ഉപയോഗം കുറയ്ക്കാം, എങ്ങനെ ഊർജ്ജമാണെങ്കിൽ സംരക്ഷിക്കാം, അതേപോലെ എങ്ങനെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം, ഇവയെല്ലാം നമ്മൾ ഇതിൽ ഗവേഷണം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ കർഷകർക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്ന വിവരങ്ങളാണ് അങ്ങയുടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഗവേഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സമീപഭാവിയിൽ നമ്മുടെ കാർഷിക കേരളത്തിൽ എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയുക? എങ്ങനെയാണ് നമുക്കത് ഒരു ഇംപ്ലിമെന്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഗവേഷണം ചെയ്യുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ കീഴിലുള്ള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ സ്ഥാപനമാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത്. എന്നാൽ ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഇത്രയും എൻ്റെ ഗവേഷണ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്ത ചില മാതൃകകളാണ്. എന്നാൽ ഇതേ മാതൃകകൾ നമുക്ക് മറ്റൊരു യൂണിറ്റിക്കുള്ളിൽ കർഷകരുടെ അടുത്ത് എത്തിക്കുന്നുണ്ട്. അത് നമ്മുടെ ഓൺ ഫാം റിസർച്ച് സെന്ററാണ്. ഓരോ 5 വർഷം കഴിയുമ്പോഴും ജില്ലകൾ മാറി മാറി, ഇപ്പം ഏറ്റവും അവസാനം ആലപ്പുഴ ജില്ലയിലാണ് നമ്മൾ പൂർത്തീകരിച്ചത്. ഇനിയിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് ആ യൂണിറ്റ് മാറിയിരിക്കുകയാണ്. കർഷകരുടെ പാടങ്ങളിലും തോട്ടങ്ങളും തിരഞ്ഞെടുത്ത് ഈ പറയുന്ന മാതൃകകൾ നമ്മൾ അവിടെ പരീക്ഷിച്ച് നോക്കി അവരെ വിശ്വസിപ്പിച്ച് ബാക്കിയുള്ള കർഷകരെ കൊണ്ടും കൂടെ ഇതാണെങ്കിൽ അനുവർത്തിക്കാനുള്ള രീതിയിലേക്ക് അവരെ കൊണ്ടുവരുവാണ്. മാത്രമല്ല കൃഷി ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹരിത കേരളം, ഈ പദ്ധതികളിൽ നമുക്ക് ഈ പറഞ്ഞ ചെറുകിട കർഷകരും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള തോട്ടങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെ മാതൃകാ തോട്ടങ്ങളാക്കാനായിട്ടുള്ള ഒരു നല്ല രൂപരേഖ നമ്മുടെ കൈവശം തന്നെയുണ്ട്. അതിൽ കൃഷി ഡിപ്പാർട്ട്മെന്റുമായിട്ടും അതുപോലെ തന്നെ മറ്റ് വികസന ഏജൻസികൾ, അതായത് മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, മണ്ണ് സംരക്ഷണ ഡിപ്പാർട്ട്മെന്റ്, ഇവരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിലാണെങ്കിൽ വളരെയധികം മാതൃകകളാണെങ്കിൽ സ്ഥാപിച്ചെടുക്കുകയും അതുപോലെ തന്നെ മറ്റ് കർഷകർക്ക് അവലംബിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ
വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു രൂപരേഖ നമ്മുടെ കൈവശമാണെങ്കിൽ ഉണ്ട്. ഇത്തരത്തിൽ നമ്മളിതൊരു അഡോപ്ഷനിലേക്ക് പോകുമ്പോൾ ജനങ്ങളിത് കർഷകരിത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അവരുടെ ഒരു കൃഷിരീതി എന്നുള്ള തരത്തിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഏത് തരത്തിൽ പലതരങ്ങളിലുള്ള സഹായം വേണ്ടിവരും. സാങ്കേതികമായ സഹായം വേണ്ടിവരും, സാമ്പത്തികമായ പിന്തുണ വേണ്ടിവരാം, സർവീസ് പിന്തുണ വേണ്ടിവരാം. ഇത് എങ്ങനെയാണിത്? ഏതൊക്കെ തരത്തിലുള്ള പിന്തുണകളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ തലത്തിലുള്ള പദ്ധതികൾ ആദ്യം അതിനൊരു രൂപം കൊടുക്കണം. രണ്ടാമത് ഇതിൻ്റെ അകത്ത് വേണ്ടത് ഇത് നടപ്പിലാക്കാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ ഇത് പാടത്താണെങ്കിൽ നടത്താൻ പോകുന്നവർക്കുമായിട്ടുള്ള ഒരു പരിശീലനം. അപ്പോൾ അതിന് കാർഷിക സർവകലാശാലയും പ്രത്യേകിച്ച് നമ്മുടെ ഗവേഷണ കേന്ദ്രവും ആത്മയിൽ കൂടെയും മറ്റ് പല ഡിപ്പാർട്ട്മെന്റ് ഏജൻസികളിൽ കൂടെയും RITTC പോലുള്ള ഏജൻസികളിലൂടെയും പിന്നെ കർഷകർക്ക് നേരിട്ട് നമ്മുടെ സ്ഥാപനത്തിലും നമ്മൾ പരിശീലനം കൊടുക്കാനായിട്ടാണെങ്കിൽ തയ്യാറാണ്. ഇതുകൂടാതെ ഇതിന് വേണ്ട സാമഗ്രികൾ ഞാൻ പറഞ്ഞ ഒരു സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ തന്നെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ പല മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റ്, കൃഷി ഡിപ്പാർട്ട്മെന്റ്, മണ്ണ് ജല സംരക്ഷണ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, ഇവർ തമ്മിലും കൂടെ ഒരു സംയോജനം ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒരു തലത്തിലാണെങ്കിൽ ഇപ്പോൾ ആത്മയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള പല സാധനം, ഉദാഹരണത്തിന് താറാവ് ഞാൻ പറഞ്ഞിരുന്നു, താറാവ് കൃഷി, ഇതിന് ആവശ്യമായിട്ടുള്ള ഇനങ്ങൾ ചാര, ചെമ്പല്ലി, ഇതിന്റെ താറാവ് കുഞ്ഞുങ്ങൾ നമുക്ക് മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റിന് നിറണത്തുള്ള ഫാം അത് ലഭ്യമാക്കാൻ അവരാണെങ്കിൽ തയ്യാറാണ്. അവരാണ് നൽകുന്നത്. അതുപോലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഫോം പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മത്സ്യം ഫിഷറീസ് ഇൻസ്പെക്ടേഴ്സ് വന്ന് പരിശോധിച്ചിട്ട് നമുക്ക് സൗജന്യമായിട്ട് തന്നെ ഇപ്പോഴത്തെ പദ്ധതി പ്രകാരം കട്ട്ല, റോഹു ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ തരുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഗിഫ്റ്റ് എന്ന് പറഞ്ഞ മത്സ്യം നമ്മൾ ആന്ധ്രാപ്രദേശിൽ നിന്ന്, വിജയവാഡയിൽ നിന്നാണ് മേടിച്ചത്. എന്നാൽ പ്രൈവറ്റ് നഴ്സറികൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ആലപ്പുഴയുള്ള നഴ്സറികൾക്കാണെങ്കിൽ ഇപ്പോൾ ഇത് ലഭ്യമാക്കുന്നുണ്ട്. അവയിൽ നിന്ന് കൃഷി ഡിപ്പാർട്ട്മെന്റ് മുഖേന നമുക്ക് അപ്പോൾ ഈ പറഞ്ഞ ഇതിന് വേണ്ട സാമഗ്രികളെല്ലാം ഒരുമിച്ച് കൊടുക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി കാർഷിക സർവകലാശാല മാത്രമല്ല കൃഷി ഡിപ്പാർട്ട്മെന്റും മറ്റനുബന്ധ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഈ പുതിയതായിട്ട് വരുന്ന ഹരിത കേരള മിഷനിലാണെങ്കിൽ ഇതൊക്കെയാണ് ഈ വിഭജനം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കൃഷി ദർശൻ ഒരു ചെറിയ ഇടവേള. കൃഷി ദർശൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30-നും വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:05-നും. സുഖം സുഖം എവിടെ ഒലിയുന്നു ദീപങ്ങൾ, ഇരുളുന്നു തീരങ്ങൾ, പൊൻപ്രഭാതം എവിടെ? ഇടവേള കഴിഞ്ഞ് കൃഷിദർശൻ തുടരുന്നു. നമ്മുടെ നമ്മളിതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള ഒരു പിന്തുണാ സംവിധാനത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സാമ്പത്തികമായി എന്തെങ്കിലും ഒരു പിന്തുണ കൊടുക്കാൻ കഴിയത്തക്ക തരത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ? ആലോചനകൾ തീർച്ചയായിട്ടും എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആത്മയുടെ നേതൃത്വത്തിൽ തോട്ടങ്ങൾ തിരഞ്ഞെടുത്ത് അതിനെയാണെങ്കിൽ പല രീതിയിലുള്ള സാങ്കേതികമായിട്ടുള്ള ഇടപെടലുകൾ വരുത്തി ഇതിനെ ഒരു മാതൃകാ തോട്ടമാക്കി ഇതിൻ്റെ ആണെങ്കിൽ എങ്ങനെ ഉൽപാദനം കൂട്ടാം, എങ്ങനെ വരുമാനം കർഷകന്റെ കൂട്ടാം എന്നുള്ള രീതിയിലുള്ള ഒരു പദ്ധതി ഇപ്പോഴും തന്നെ നിലവിലുണ്ട്. അതിന് ഏകദേശം 40,000 രൂപ വരെയുള്ള സാമ്പത്തിക സഹായം ഇപ്പോൾ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ആത്മയിലുള്ള പദ്ധതി കൂടെ നടപ്പിലാക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കൃഷി ഡിപ്പാർട്ട്മെന്റ് ഒരു വലിയ പദ്ധതി സംയോജിത കൃഷി സമ്പ്രദായങ്ങൾ വികസിപ്പിച്ചെടുക്കാനായിട്ട് ആദ്യത്തെ വർഷം 1000 പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്ത് ഓരോ പഞ്ചായത്തിലും ഓരോ മാതൃക എന്നുള്ള രീതിയിൽ ആദ്യത്തെ വർഷം തുടങ്ങി. അതിനെപ്പറ്റി ഒരു പഞ്ചായത്തിൽ 10, പിന്നെ 100, പിന്നെ 1000 എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി ഇപ്പോഴത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റും മന്ത്രിസഭയാണെങ്കിൽ ആലോചിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുകൂടാതെ പലതര സ്ഥലത്തിലുള്ള ജില്ലാ പഞ്ചായത്തുകൾ ഈ സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിനൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം നിലവിലുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞു അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളായ ഫിഷറീസ്, മൃഗസംരക്ഷണം അവരുടെ പദ്ധതികളും ഇപ്പം നിലവിലുണ്ട്.
അതിൽ കൂടെയും കർഷകർക്ക് സാമ്പത്തിക സഹായമാണെങ്കിൽ നൽകുന്നുണ്ട്. എന്തായാലും ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇതിന് വളരെയധികം പ്രാധാന്യം ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുമാണെങ്കിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി യഥാർത്ഥത്തിൽ വളരെയേറെ കൃത്യതയോടുകൂടിയുള്ള ഒരു സാങ്കേതിക പിന്തുണ ഇതിന് ആവശ്യമാണെന്നുള്ളത് ഒരു സത്യമാണ്. അതിൽ കൃഷി, നേരത്തെ പറഞ്ഞ പോലെ കൃഷി, മൃഗസംരക്ഷണം, മറ്റ് മേഖലകൾ, അനുബന്ധ മേഖലകളുടെയൊക്കെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം, പരസ്പരം പൂരകങ്ങളായിട്ടുള്ളൊരു പ്രവർത്തനം അത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ മറ്റ് പിന്തുണാ സംവിധാനങ്ങളിൽ സേവനങ്ങൾ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില സാധനങ്ങൾ, ഇൻപുട്സ്, ഇതിൻ്റെയൊക്കെ ലഭ്യത വേണം. അതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ഇടവിളയായിട്ട് വളർത്തേണ്ട വിളകളുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ, ഇതൊക്കെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം തൈകളും വിത്തുകളും കാർഷിക സർവകലാശാല, തോട്ടവിള ഗവേഷണ കേന്ദ്രം, കിഴങ്ങ് ഗവേഷണ കേന്ദ്രം, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, പിന്നെ കൃഷി ഡിപ്പാർട്ട്മെന്റ് നഴ്സറി, ഇതിൽ നിന്നൊക്കെയാണെങ്കിൽ ലഭ്യമാണ്. അത് അല്പം കൂടെ വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം വളരെ ഊർജ്ജമായിട്ടാണെങ്കിൽ നടക്കുന്നുണ്ട്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ്, അതായത് മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചും കോഴി വളർത്താനായിട്ട്, അതുപോലെ തന്നെ മത്സ്യം വളർത്താനായിട്ട്, താറാവ് വളർത്താനായിട്ട്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തുനിന്ന് മത്സ്യം വളർത്താനായിട്ട്, ഇതിന്റെയൊക്കെ ആണെങ്കിൽ ഇൻപുട്സ് അവർ നൽകാനായിട്ടാണെങ്കിൽ ഓൾറെഡി സജ്ജരാണ്, അവർ ചെയ്യുന്നുണ്ട്. ഇനി അത് അല്പം കൂടെ ആണെങ്കിൽ ഒരു വലിയ ഫ്രെയിമിലേക്ക് വരുമ്പോൾ അല്പം കൂടെ രീതിയിൽ നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ കേരളത്തിനെ പല കാർഷിക പാരിസ്ഥിതിക മേഖലകളായിട്ട് വിഭജിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പല മേഖലകളിൽ പലതരം കൃഷി സമ്പ്രദായങ്ങളായിരിക്കുമല്ലോ ആവശ്യം വരാം. അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ഓരോ ഗവേഷണത്തിനും നമുക്ക് അനുയോജ്യമായ നമുക്ക് മോഡലുകൾ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിന് മറുപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോളറുണ്ട്, നമുക്ക് ചോദ്യം കേൾക്കാം. നമസ്കാരം, കൃഷി ദർശനിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, ആരാ വിളിക്കുന്നത്? ഇത് ചെങ്ങന്നൂരിൽ നിന്ന് സുജയാണ് സംസാരിക്കുന്നത്. പറയൂ സുജ, എന്താ ചോദിക്കാനുള്ളത്? ഡോക്ടർ ജേക്കബ് ജോൺ ഇവിടെയുണ്ട്. എന്താ ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. ഞാൻ സംയോജിത കൃഷി സമ്പ്രദായത്തെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴിത് കണ്ടപ്പോഴാണ് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ സന്തോഷം, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അപ്പം പിന്നെ അതുപോലെ തന്നെ മട്ടുപ്പാവിലെ കൃഷി ചെയ്യുമ്പം പലപ്പോഴും ഈ വാട്ടൽ രോഗം കാണപ്പെടുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതിനൊരു ആ സംശയത്തിന് ഒരു മറുപടി തരും. മട്ടുപ്പാവൽ കൃഷിക്ക് വാട്ടരോഗം ആണ് വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ മട്ടുപ്പാവിൽ നിന്ന് എങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള വിഷയത്തിനെ പറ്റി എനിക്ക് കൂടുതൽ പറയാം. പ്രത്യേകിച്ച് ഈ വാട്ടർ രോഗം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള രോഗങ്ങളുണ്ട്. ഏത് വിളയിലാണ്, ഏത് തരത്തിലുള്ള രോഗമാണ്. വാട്ടം എന്ന് പറയുമ്പോൾ ഒരു വളരെ ബ്രോഡായിട്ടുള്ള ടേമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണെങ്കിൽ എനിക്കത് നിർണയിച്ചാണെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു രോഗമാണെന്ന് പറയാനുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ഈ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന്. എന്നാൽ ഈ പറയുന്ന പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്ക് എൻ്റെ നമ്പർ ഇവിടെ പ്രദർശിപ്പിക്കും, അതേപോലെ തന്നെ എൻ്റെ അഡ്രസ്സും. അതിലേക്ക് ഒന്നെങ്കിൽ വാട്സാപ്പ് വഴി അതിൻ്റെ ഒരു ചിത്രമോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ലക്ഷണങ്ങളോ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു മറുപടി കൃത്യതയോടുകൂടിയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ചോദ്യം ഞാൻ പറഞ്ഞല്ലോ, വാട്ടം എന്ന് പറയുമ്പോൾ വളരെ 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 ബ്രോഡായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് രോഗം കാരണമാണോ, എന്തെങ്കിലും കീടാക്രമണം വന്നാണോ, അതോ വളത്തിൻ്റെ ആണെങ്കിൽ പ്രയോഗത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് ഇപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് മാത്രം എനിക്ക് നിർണയിച്ച് പറ്റാനായിട്ടാണെങ്കിൽ പറയാൻ പറ്റുന്നില്ല. വളരെ നന്ദി സുജ, വിളിച്ചതിന്. വീണ്ടും വിളിക്കാം. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ വിവിധ തരത്തിലുള്ള കാർഷിക പാരിസ്ഥിതിക മേഖലകളിലേക്കുള്ള പലതരം മോഡലുകൾ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെ ഏറ്റവും അനുയോജ്യമായ വിവിധതരം മോഡലുകൾ നമുക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെയും അതുപോലെ തന്നെ നാഷണൽ ബ്യൂറോ ഓഫ് സോയിൽ സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിംഗ് ഇതിൻ്റെ ഒരു വലിയൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിനെ കഴിഞ്ഞ 25 വർഷത്തെ കാലാവസ്ഥ ഡേറ്റയും അതുപോലെ തന്നെ മണ്ണിൻ്റെയും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള കിടപ്പും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു 23ഓളം
കാർഷിക മറ്റേ പാരിസ്ഥിതിക മേഖലകളായിട്ടാണെങ്കിൽ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ല തന്നെ എടുത്തു കഴിഞ്ഞാൽ തീരദേശമുണ്ട്. അതേസമയം പൊന്മുടി പോലെ വരുന്നതാണെങ്കിൽ ഉയർന്ന ഫുട് ഹിൽസ് അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളും എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന കൃഷി സമ്പ്രദായങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും അവിടെ ഉള്ള കാർഷിക പാരിസ്ഥിതിക മേഖലകളാണെങ്കിൽ അവിടെ നമ്മൾ ഗവേഷണം ചെയ്ത് അവിടെ ഇപ്പോൾ തന്നെ നിലവിൽ ചില നല്ല നല്ല രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങളുണ്ട്. അത് വ്യാപിപ്പിക്കുക, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ആ പ്രദേശത്തേക്കുള്ള കൃഷി സമ്പ്രദായം വികസിപ്പിച്ചെടുക്കുക. ഉദാഹരണത്തിന് പൊക്കാളി പോലൊരു സ്ഥലത്ത് വർഷങ്ങളായിട്ടാണെങ്കിൽ അനുവർത്തിച്ചു വരുന്ന വളരെ നല്ല ഒരു സമ്പ്രദായമുണ്ട്. അതേപോലെ തന്നെ കണ്ണൂർ എന്ന് കഴിഞ്ഞാൽ കൈപ്പാട് പ്രദേശം, അവിടെ വളരെ നല്ല രീതിയിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. അതിന് അനുയോജ്യമായിട്ടുള്ള ഇച്ചിരൂടെ നല്ല ഇനങ്ങളും മറ്റ് എങ്ങനെ ഈ സമ്പ്രദായത്തെ മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിലുള്ള ഗവേഷണം തീർച്ചയായിട്ടും നടക്കണം. കാരണം ഒറ്റ ഒരു മാതൃകയാണെങ്കിൽ കേരള സംസ്ഥാനം മുഴുവനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ജില്ല പോലും എടുത്തു കഴിഞ്ഞാൽ ഈ മാതൃകയാണ് ഈ ജില്ലയ്ക്ക് ഏറ്റവും നല്ലതെന്നുള്ള രീതിയിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു വലിയ പഠനം നടത്തേണ്ട വിഷയമാണ്. വളരെ വർഷങ്ങളോളമുള്ള ഗവേഷണം, അതായത് കർഷകന്റെ പരിചയം വെച്ച് തന്നെ ചില മാതൃകകൾ അവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായം കൊടുത്ത് അത് ബാക്കിയുള്ള കർഷകരെ കൊണ്ടുപോവാണെങ്കിൽ അനുവർത്തിച്ചാണെങ്കിൽ കൂടുതൽ അവർക്കും കൂടെ സാമ്പത്തിക ലാഭം കിട്ടുന്ന രീതിയിൽ അത് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ തീരപ്രദേശങ്ങളും നമ്മുടെ ഈ പറഞ്ഞ കുറച്ച് ഹില്ലി ഏരിയാസിലേക്ക് പോയി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷിയും അതുപോലെ അവിടുത്തെ ജീവജാലങ്ങളും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ്. നമുക്ക് ഇതുപോലെ ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ മോഡലുകൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ വലിയൊരു മാറ്റം ഈ പറയുന്ന തരത്തിൽ ഉൽപ്പാദനക്ഷമതയിൽ നമുക്ക് കൈവരിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ജേക്കബ് പറഞ്ഞു നിർത്തിയത് ഈ ടെറസുകൾ അല്ലെങ്കിൽ വീട്ടുവളപ്പുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള അങ്ങ് തലവനായിരിക്കുന്ന ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ ഒരു ഗവേഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മോഡലിനെ കുറിച്ച് പറഞ്ഞ് നിർത്തിയിരുന്നു. അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ വിവരങ്ങൾ, യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു മോഡലായിരിക്കും അത്. വീട്ടുവളപ്പുകൾ, ടെറസുകൾ, അതുപോലെ ഈ വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വീട്ടിലെ മാലിന്യ സംസ്കരണം, അതുപോലെ വീട്ടുവളപ്പിലെ ജന്തുക്കളിൽ നിന്ന് കിട്ടുന്ന വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി. ഞാൻ നേരത്തെ കാണിച്ച ഒരു ചിത്രത്തിലേക്കാണെങ്കിൽ തിരിച്ചു വരുവാണ്. അതായത് നമ്മുടെ മട്ടുപ്പാവിലേക്ക് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു മാതൃകയാണ്. 120 ചതുരശ്ര മീറ്ററുള്ള ഒരു മട്ടുപ്പാവ് തോട്ടമാണ്. ഇതിൽ നിന്ന് ഒരു വർഷം 250 കിലോ വരെ പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. എന്നാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഒരു ശുപാർശ പ്രകാരം ഒരു 4 അംഗ കുടുംബം, 4 അഡൽട്സ് ഉള്ള ഒരു കുടുംബത്തിന് വേണ്ടത് 300 മുതൽ 350 കിലോ പച്ചക്കറി വരെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വിസ്തൃതി കുറവാണ്, എന്നാൽ ഉൽപ്പാദന വർധനവ് ഉണ്ടാകുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ചില ഘടനകൾ, ലംബ കൃഷി അതായത് വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ചില ഘടനകളാണെങ്കിൽ നമ്മൾ തന്നെ വികസിപ്പിച്ചു. ഈ ഒരു കാണുന്ന ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ സ്ഥലത്തിൽ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, വളരെ ചെലവ് കുറഞ്ഞു. ഇപ്പോൾ ഈ കാണുന്നതിന് തന്നെയാണെങ്കിൽ ഏകദേശം 5000 രൂപ ചെലവ് മാത്രം വരുന്ന ഒരു ഘടനയാണ്. ഈ രണ്ടാമത്തെ ഒരു ഏണി പോലത്തെ ഒരു ഘടനയാണ്. ഇതിൻ്റെ അകത്ത് ഇലവർഗ്ഗങ്ങൾ, ചീര, ആഫ്രിക്കൻ മല്ലി, അതുപോലെ തന്നെ പാലക്, ഇതേപോലത്തെ വിളകളാണെങ്കിൽ വളർത്താൻ പറ്റുന്ന, ചുരുങ്ങിയ സ്ഥലത്തുനിന്ന് വളർത്താൻ പറ്റുന്ന ഒരു മാതൃകയാണ്. ഇത് മറ്റൊരു മാതൃകയാണ്. മഴമറയും കൂടെ വെച്ചിട്ടുണ്ട്. വർഷം മുഴുവനാണെങ്കിൽ പലതരത്തിലുള്ള വിളകൾ ഈ ചട്ടികളിലാണെങ്കിൽ ഏകദേശം 23 ചട്ടികളാണ് ഈ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ നിൽക്കുന്നത്. ഇതിന് ഏകദേശം ഒരു മഴമറയും കൂടെ ഉള്ളതുകൊണ്ട് മാത്രം ഒരു 6000 രൂപ വരെയാണെങ്കിൽ വരുന്നുണ്ട്. എന്നാൽ ഈ കാണുന്ന ഒരു ഘടന, ഇതിൽ ഏകദേശം 21ഓളം ഗ്രോ ബാഗുകൾ, പലതരം സസ്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് വളർത്താനായിട്ടാണെങ്കിൽ നമുക്ക് കഴിയും. ഇതിൻ്റെ ഏറ്റവും മുകളിലാണെങ്കിൽ ഒരു ബക്കറ്റ് വെച്ച് അതിൽ നിന്ന് ഡ്രിപ്പിൻ്റെ സംവിധാനം കൊടുത്തു കഴിഞ്ഞാൽ മുകളിലുള്ള ബക്കറ്റ് മാത്രം നിറച്ചാൽ മതി. എല്ലാ ചെടികളിലേക്കും ആണെങ്കിൽ തുള്ളി ജലസേചനം വഴിയാണെങ്കിൽ നമുക്ക് ജലം നൽകാനുമായിട്ട് എനിക്ക് കഴിയും. ഇത് മറ്റൊരു മാതൃകയാണ്. ഇതിൽ ഈ കാണുന്ന ഘടനയിൽ ഏകദേശം 15ഓളം ഗ്രോ ബാഗും അതിൻ്റെ സൈഡുകളിലാണെങ്കിൽ ഇലവർഗ്ഗങ്ങളുമാണെങ്കിൽ നമുക്ക് വളർത്താനായിട്ടാണെങ്കിൽ കഴിയും. ഇതിനാണെങ്കിൽ ഏകദേശം ഒരു 10000 രൂപ മഴമറയും കൂടെ ഉള്ളതുകൊണ്ട് ഈ മഴമറ വേനൽക്കാലം വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഘടനകളാണെങ്കിൽ ടെറസിൽ ഉപയോഗിച്ചു പോകാം. പ്രത്യേകിച്ചും പട്ടണ പ്രദേശങ്ങളിലും അതുപോലെ സ്ഥലത്തിൻ്റെ വിസ്തൃതിയാണെങ്കിൽ കുറഞ്ഞ സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ ഘടകങ്ങളാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ
വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ചുരുങ്ങിയ സ്ഥലത്തിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും പറ്റും. അതേസമയം തന്നെ നല്ല വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ആയിരിക്കും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. വളരെ ചിലവ് ചുരുങ്ങിയ ഘടനകളാണ്. ഇതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നവർക്കാണെങ്കിൽ അയച്ചു കൊടുക്കാറുണ്ട്. എഞ്ചിനീയറിംഗ് ഡയഗ്രാംസ് ആണ്. അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്താൽ തന്നെ ഇത് അവർക്ക് വികസിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത്തരം മാതൃകകളിൽ നമുക്ക് ഈ മൃഗസംരക്ഷണം തീർച്ചയായും വീട്ടുവളപ്പുകൾ, ചെറിയ പശു അല്ലെങ്കിൽ കോഴി, അതിനെയൊക്കെ നമുക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ, പഴങ്ങൾ, വാഴ തുടങ്ങിയ മറ്റു വിളകൾ, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമല്ലോ. കഴിയും തീർച്ചയായിട്ടും. ഈ പറഞ്ഞ ടെറസ്, ഈ മട്ടുപ്പാവ് തോട്ടത്തിൽ തന്നെ ഇതൊരു സംയോജിത മട്ടുപ്പാവ് തോട്ടമാണ്. നമ്മൾ സംയോജിത കൃഷിയിൽ ഗവേഷണം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ തന്നെ ഉള്ളൊരു തോട്ടമാണ്. അവിടെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കോഴി വളർത്തുന്നുണ്ട്. കോഴിക്ക് ആവശ്യമായിട്ടുള്ള അസോള അവിടെ ടെറസിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ ചോളം വളർത്തി ചോളം പൊടിച്ചാണെങ്കിൽ കോഴിക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ട്. കോഴിക്ക് ബസല്ല, വേലിച്ചീല എന്ന് പറഞ്ഞ് അതിൻ്റെ ഇലയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ വരുന്ന ജൈവ അവശിഷ്ടങ്ങളാണെങ്കിൽ പുനഃചംക്രമണം ചെയ്യാൻ ടെറസിനേക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണിര കമ്പോസ്റ്റിൻ്റെ യൂണിറ്റ് പാല് കൊണ്ടിരുന്ന വീപ്പകൾ ഉണ്ടാക്കി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ വികസിപ്പിച്ചിട്ടുള്ളത്. വീട്ടിലെ വേസ്റ്റ് അവിടെ തന്നെയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ടെറസിൽ തന്നെ നമുക്കാണെങ്കിൽ സംസ്കരണം ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ യൂണിറ്റും അവിടെ ഉണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഇടേണ്ട ഇനോക്കുലം കാർഷിക സർവകലാശാലയുടെ വെള്ളാണിയുള്ള കാർഷിക കോളേജിൽ നിന്ന് ആ ഇനോക്കുലമാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ വിലയിൽ തന്നെ ലഭ്യമാണ്. അതുകൊണ്ട് ഈ ടെറസിൻ്റെ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ മാതൃക ഒരു സംയോജിത മാതൃകയാണ് നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. കൃഷി ദർശനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഞാൻ മൈക്കിള്, എറണാകുളത്ത് നിന്നാണ്. പറയൂ മൈക്കിൾ. വളരെ സന്തോഷം വിളിച്ചതിൽ. എന്താ ചോദിക്കാനുള്ളത് ഡോക്ടർ ജേക്കബ് ജോണിനോട്? എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് 3 ഏക്കർ സ്ഥലമുണ്ട്. അത് ഒരു മത്സ്യ ഫാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് നടാനാണ് ഉദ്ദേശിക്കുന്നത്? മത്സ്യഫാം. ഓക്കെ. അതെ. അപ്പൊ അതില് ഇപ്പൊ അതിപ്പോ ഒന്ന് തയ്യാറാക്കാനുണ്ട്. അത് അപ്പൊ അത് തന്നെ അതിൽ എന്തെങ്കിലും മാർഗനിർദ്ദേശം സാറിന്റെ ഭാഗത്ത് കിട്ടുമെന്ന് അറിയാനാണ്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. തീർച്ചയായും. അതെ, ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ഫിഷ് ഫാം. അതിന്റെ സൈഡിൽ വേറെ സ്ഥലങ്ങളുണ്ട്, കരപ്രദേശങ്ങളുണ്ട്. അതില് പിന്നെ മറ്റ് ഇടവിള പോലുള്ളതൊക്കെ ചെയ്യാം. തെങ്ങ് വയ്ക്കാം, അല്ലെങ്കിൽ പുൽകൃഷി നടത്താം. അവിടെ തന്നെ കോഴി ഫാമുകളുണ്ട്, കോഴി താറാവൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് സ്ഥലം മേടിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ അതൊന്നും ഈ പറഞ്ഞ പോലെ ഓർഡറിലാക്കി കിട്ടണം. അതിന് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആരും ചെയ്തു തരുന്ന വല്ല നോഡൽ ഏജൻസികളും അങ്ങനെ വല്ലതും ഉണ്ടോ? ആരെ എന്നെ സഹായിക്കുക, അതൊന്നറിയണം. നല്ല ചോദ്യം ഡോക്ടർ ജേക്കബ്. ഈ കേട്ട് ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെയധികം പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഒരു സ്ഥലം ഇതുവരെ ഒന്നും ചെയ്യാത്ത, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സ്ഥലമുണ്ട്. അപ്പോൾ ഇതിനെയും നമ്മൾ ചർച്ച ചെയ്തിട്ട്, കാരണം ഇവിടെ പല പല കാര്യങ്ങൾ, ഏറ്റവും നല്ലത് എപ്പോഴും ഒരു സംയോജിത സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിലേക്ക് പോകുന്ന തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് കോഴി വളർത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു, മത്സ്യം വളർത്താനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് കർഷകനെയും കർഷക കുടുംബത്തിനെയും നടുക്ക് നിർത്തിക്കൊണ്ട്, അവരെയാണെങ്കിൽ കേന്ദ്രബിന്ദു ആക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളും അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും അവരുടെ രുചികളും എല്ലാം മനസ്സിലാക്കി, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾ, നിങ്ങൾക്കുള്ള സ്രോതസ്സുകൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളൊരു രൂപരേഖയാണെങ്കിൽ തയ്യാറാക്കുന്നത്. അതിന് തീർച്ചയായിട്ടും വേണ്ട സാങ്കേതിക സഹായം എൻ്റെ സ്ഥാപനവും നമ്മൾ കാർഷിക സർവകലാശാലയും തരാനാണെങ്കിൽ എപ്പോഴും ഒരുക്കമാണ്. എന്നാൽ സാമ്പത്തിക സഹായം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറ്റ് അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റിലെയും പല പദ്ധതികളുണ്ട്. നമുക്ക് അതുമായിട്ട് ലിങ്ക് ചെയ്ത്, മാത്രമല്ല മുന്നോട്ടിനിയും വരുന്ന പല പദ്ധതികളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ രീതിയിലുള്ള ഒരു 3 ഏക്കറുള്ളതിന് വളരെ നല്ലൊരു സംയോജിത കൃഷി സമ്പ്രദായമായിട്ട് തന്നെ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പരിപാടി കഴിയുമ്പോൾ എൻ്റെ ഫോൺ നമ്പറും എൻ്റെ മേൽവിലാസവും അവിടെ ആണെങ്കിൽ പ്രദർശിപ്പിക്കും. നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം. ഏത് രീതിയിലുള്ള സാങ്കേതിക സഹായം ഈ പറയുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ഫാം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളത് തരാൻ ഞാൻ തയ്യാറാണ്.
വളരെ നന്ദി വിളിച്ചതിന്. ഡോക്ടർ ജേക്കബ് ജോൺ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെപ്പോലുള്ളവരാണ് കാർഷിക കേരളത്തിൻ്റെ പ്രതീക്ഷ. വീണ്ടും വിളിക്കണം. നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം. ഈ പറയുന്ന തരത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നമുക്ക് വീട്ടിൽ തന്നെ ടെറസിൽ തന്നെ ചെറിയ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് കൃഷിക്ക് വേണ്ടുന്ന വളം വീട്ടിൽ തന്നെ വീട്ടിലെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ വീട്ടുവളപ്പുകളിൽ ഒരു പശുവിനെ വളർത്താൻ നമുക്ക് എത്ര സെൻറ്റ് സ്ഥലം വേണ്ടി വരും? ഒരു പശു ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു മോഡലിൽ ഒരു പശു ഉൾപ്പെടുന്ന ഒരു വീട്ടുവളപ്പിലെ സംയോജിത കൃഷി സമ്പ്രദായം നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു എത്ര സെന്റ് സ്ഥലമുണ്ടെങ്കിൽ പറ്റും? പ്രത്യേകിച്ച് പട്ടണ പ്രദേശം വരുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, ഫ്ളാറ്റുകളിലും പിന്നെ വളരെ ചെറിയ, അതായത് 3-2 സെന്റിലും ഒക്കെയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പശുവിനെ ആണെങ്കിൽ വളർത്താനാണെങ്കിൽ പ്രായോഗികമായിട്ട് പറ്റത്തില്ല. എന്നാൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കുറേ വീടുകൾ ചേർന്ന് ചിലപ്പോൾ ഇതുപോലത്തെ ചില സംരംഭങ്ങളാണെങ്കിൽ ആലോചിക്കാവുന്നതാണ്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഏത് സംരംഭത്തിലേക്ക് പോകുമ്പോഴും പശു ആയാലും ആടായാലും കോഴിയായാലും ഇതിന് വേണ്ട സ്രോതസ്സുകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം സ്വയം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ടെറസിൽ നമ്മൾ കോഴിയെ വളർത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള തീറ്റ, അതായത് ചോളം പൊടിച്ചത്, അതുപോലെ തന്നെ അസോള, അതുപോലെ മറ്റ് ഭക്ഷ്യ സാധനങ്ങളിൽ അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ടാണെങ്കിൽ കഴിയണം. അപ്പോൾ പശുവൊക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിന് തീറ്റപ്പുല്ല് ആവശ്യമുണ്ട്. മറ്റു പുല്ല്, നാടൻ പുല്ലാണെങ്കിൽ അവിടെ കിടക്കുന്ന കളകളൊക്കെ ആണെങ്കിൽ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിസ്തൃതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. എന്നാൽ ഈ പറയുന്ന മാലിന്യ സംസ്കരണം ചെയ്യാനായിട്ട് ഒരു പശുവിനെ വേണമെന്ന് നിർബന്ധമില്ല. അതല്ലാതെ തന്നെ ഇന്ന് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ്, അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ മാലിന്യം, ഭക്ഷ്യ മാലിന്യമാണെങ്കിൽ സംസ്കരണം ചെയ്യാനായിട്ട് ഒരു പശുവിൻ്റെ ആവശ്യമാണെങ്കിൽ അവിടെ വരുന്നില്ല. പക്ഷെ അല്പമെങ്കിലും സ്ഥലമുള്ളവർക്ക് കൂട്ടായിട്ട് ഒരു ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഒരു പശുവിനെ നിർത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബയോഗ്യാസ് പ്ലാന്റൊക്കെ ചാർജ് ചെയ്യാനായിട്ട് വേണ്ട ചാണകമാണെങ്കിൽ അവർക്ക് ലഭ്യമാവും. എന്നാൽ വലിയൊരു തോതിലാണെങ്കിൽ ഉള്ള ഒരു ഡയറി ഫാം പരിപാടിയിലേക്കാണെങ്കിൽ പട്ടണ പ്രദേശങ്ങളിൽ വരുന്നില്ല. എന്നാൽ നാട്ടിൻ പ്രദേശത്ത് തീർച്ചയായിട്ടും ഏത് സംരംഭം ആരംഭിക്കുമ്പോൾ അതിന് വേണ്ട സ്രോതസ്സുകൾ അവിടെ ലഭ്യമാണോ എന്നുള്ളതാണ്. പിന്നെ ഈ സംയോജിത കൃഷിയിൽ നമ്മൾ ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് എങ്ങനെ പുനഃചംക്രമണം നടത്താമെന്ന്. അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവാവശിഷ്ടങ്ങളും മറ്റ് വേസ്റ്റും അവിടെ തന്നെയാണെങ്കിൽ വളമായിട്ട് മാറ്റുക. കാരണം നമ്മളിപ്പോൾ ഒരു 60 വാട്ടിൻ്റെ ബൾബ് മാറ്റിയിട്ട് ഒരു CFL ട്യൂബ് ഇടുന്ന പോലെയാണ്. ഊർജ്ജം ഒരുപാടാണെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു. അതേ കാര്യം തന്നെ അനാവശ്യമായിട്ട് രാസവളങ്ങൾ വാങ്ങുകയും ഈ രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഒരുപാട് ഊർജ്ജം ആവശ്യമുണ്ട്. എന്നാൽ അതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വേസ്റ്റ് രാസവളത്തിന് പകരമായിട്ട് മണ്ണിലേക്ക് ചേർത്താൽ മണ്ണിൻ്റെ ഘടനയെ മെച്ചപ്പെടുത്തും, പോഷക മൂലങ്ങൾ ആവശ്യമുള്ളത് ചെടിക്കാണെങ്കിൽ ലഭ്യമാക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ഞാൻ ഈ പറഞ്ഞ പശു വേണമെങ്കിൽ ഒരു ഏകദേശം എത്ര മിനിമം ഒരു സ്ഥലം വേണമെന്നുള്ളത് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ തരത്തിൽ ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ്, കോഴി, ഇതൊക്കെ ഉൾപ്പെടുന്ന പച്ചക്കറി, വാഴ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ അത്യാവശ്യം വേണ്ടുന്നത് എല്ലാം ഉൾപ്പെടുന്ന ഒരു യൂണിറ്റിന് നമുക്ക് അതിൻ്റെ ഒരു സാമ്പത്തിക വിശകലനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? സാമ്പത്തിക വിശകലനം തീർച്ചയായിട്ടും അത് ഓരോ ഈ പറയുന്ന ഇവിടെ നമ്മൾ പുരയുടെ കൃഷിയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സംരംഭങ്ങളും ആണെങ്കിൽ ചേർത്ത് ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം പ്രധാനമായിട്ട് തെങ്ങധിഷ്ഠിത പുരയിടങ്ങളാണ് നമുക്കുള്ളത്, പ്രത്യേകിച്ചും ഈ വശങ്ങൾ. എന്നാൽ വയനാടോട്ട് പോകുമ്പോഴേ കാപ്പി അടിസ്ഥാനമായിട്ടൊക്കെ ഉള്ളതുണ്ട്, കാസർഗോഡേക്ക് പോയി കഴിഞ്ഞാൽ കമുക് അടിസ്ഥാനമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് വരുമാനമാണെങ്കിൽ അതിനനുസരിച്ചാണെങ്കിൽ മാറും. എന്നാൽ ഇടവിളയായിട്ടാണെങ്കിൽ പ്രധാന ലക്ഷ്യം ഇവിടെ വീട്ടിലേക്ക് ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അവിടെയുള്ള ഒരു ജാമ്പ, അതല്ലെങ്കിൽ ഒരു ലെവലോയി, അല്ല ഒരു ആത്തി, അല്ല ഒരു മാവ്, അതിന് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ നിറവേറുക. അതൊരു സമയം കുഴിയെടുക്കും. പക്ഷെ തീർച്ചയായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ, ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, ഇവയെല്ലാം ഈ പറയുന്ന വൈവിധ്യവൽക്കരണത്തിൽ കൂടെ ആണെങ്കിൽ നിറവേറുവാണ്. അപ്പോൾ അതിൻ്റെ മൂല്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറും ഒരു സാമ്പത്തിക അവലോകനം നടത്തുമ്പോൾ ഒരു യൂണിറ്റ് ഇപ്പോൾ 10 സെന്റ് എടുക്കുമ്പോൾ ഇത്രയുമായിരിക്കും. ഇപ്പം ഞാൻ നടത്തുന്ന 50 സെന്റിൻ്റെ ഒരു മാതൃകയിൽ നിന്നാണെങ്കിൽ ചുരുങ്ങിയതാണെങ്കിൽ 50,000 രൂപ ലാഭം വരും. ലാഭം ഒരു വർഷം വരും.
50 സെന്റ് ആയതുകൊണ്ട്, അതായത് 1 ഹെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു 5 ഇരട്ടിയാണ് ലാഭം വരുന്നത്. 2.5 ലക്ഷം വരെ വന്നേക്കാം. അത് ഘടകങ്ങൾ വെച്ച് നമ്മൾ ഉൾപ്പെടുത്തുന്നതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. സ്ഥലം അനുസരിച്ച് അതിൻ്റെ അകത്തെ വിളകൾ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വയനാട് പോകുമ്പോൾ കാപ്പിയാണ്, അതുപോലെ തന്നെ തേയിലയുണ്ട്, അതുപോലെ കുരുമുളകുണ്ട്. അവിടെ മൂല്യമാണെങ്കിൽ കൂടുതലാണ്. അതേസമയം തെങ്ങും വാഴയും മറ്റേ കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത്രയും ഒരു സാമ്പത്തിക ലാഭം അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകത്തില്ല. പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ചെറിയ തോതിലുള്ള സാമ്പത്തിക ഭദ്രത സ്രോതസ്സുകളെ ആണെങ്കിൽ സംരക്ഷിക്കുക, ഉൽപാദനം ഉണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ ആ സമൂഹത്തിന് വർഷങ്ങളായാലും അത് സ്വീകാര്യമായിരിക്കണം. ആ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ ചെറിയ കുടുംബങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്നത് സ്വന്തം വീട്ടുവളപ്പുകളിൽ, ടെറസുകളിൽ, അല്പം ചുറ്റുമുള്ള അല്പം സ്ഥലത്ത് ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന അധികം ഉൽപ്പന്നങ്ങൾ എക്കോ ഷോപ്പുകൾ വഴിയും കൃഷി വകുപ്പിൻ്റെ തന്നെ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ വഴിയും പൊതുവിപണിയിലേക്ക് എത്തിക്കുക. അത്തരം സുരക്ഷിത കൃഷി സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഒരു വലിയൊരു പ്രസക്തി ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ എല്ലാവരും അത്തരത്തിലേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ലാഭകരമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അല്ലേ? തീർച്ചയായിട്ടും ലാഭകരമാണ്. നമ്മൾ അതിൻ്റെ മൂല്യം അങ്ങനെ നിർണ്ണയിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ഇതിനെല്ലാത്തിനും ഉപയോഗിക്കുന്നത് കുടുംബത്തിൽ തന്നെയുള്ള അംഗങ്ങളുടെ ഒരു പരിശ്രമമാണ്. ഇപ്പം മട്ടുപ്പാവിൽ തന്നെ നോക്കുമ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂർ കുടുംബനാഥനും ആ കുടുംബാംഗങ്ങളും ആണെങ്കിൽ ചെലവാക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കിട്ടുന്നത് ഒരു വർഷം, ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് 250 കിലോ പച്ചക്കറി ഈ ടെറസിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ചപ്പോൾ 120 അല്ലെങ്കിൽ 3 സെന്റ് 120 ചതുരശ്ര മീറ്ററിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുമ്പം അതിന്റെ മൂല്യം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലാഭകരമാണ്. അതിനും അപ്പുറം അതിന്റെ ആണെങ്കിൽ ഒരു വാല്യൂ, നേരത്തെ പറഞ്ഞ കണക്ക് ഇത് ജൈവമായിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ്. ആദ്യമായിട്ടുള്ള ഒരു വസ്തുക്കളും അവിടെ പ്രയോഗിക്കുന്നില്ല. അതിന് നമ്മുടെ മക്കൾക്കും വരും തലമുറകൾക്കും ആണെങ്കിൽ വിഷവിമുക്തമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക വശം നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷം നിറഞ്ഞ ഭക്ഷണം കഴിക്കുകയും അതിന് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരികയും അതിന് ചികിത്സയ്ക്ക് പോകുന്ന പൈസയും എല്ലാം കൂടെ നോക്കുമ്പോൾ ആ ഒരു രീതിയിൽ ഒരു വലിയ പെർസ്പെക്റ്റീവിൽ വേണം ഇതിനെ കാണാൻ. വെറുതെ നമ്മൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ മാത്രം ഇട്ടിട്ടല്ല അതിൻ്റെ അകത്ത്. അതെ, തീർച്ചയായും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ വിജ്ഞാനപ്രദമായ ഒരു സെഷനാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. നമ്മളോടൊപ്പം വളരെയേറെ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഡോക്ടർ ജേക്കബ് ജോൺ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ സംയോജിത കൃഷി സമ്പ്രദായ കേന്ദ്രത്തിലെ തലവനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അഡ്രസ് പ്രൊഫസർ ആൻഡ് ഹെഡ്, സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം, കരമന, തിരുവനന്തപുരം. അദ്ദേഹത്തിന് വിളിക്കേണ്ട നമ്പർ 9847022929 9847022929. ഈ കൃഷിദർശൻ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. വീണ്ടും വിളിക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ വിജ്ഞാനപ്രദമായ വിവരങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ച ഡോക്ടർ ജേക്കബ് ജോണിന് പ്രേക്ഷകരുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ ഈ എല്ലാവരും, കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ഉൾക്കൊള്ളാൻ, അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായാൽ ഇവിടം സ്വർഗമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്ന കാര്യം വിദൂരമല്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. यूरिया का बढ़ाने के लिए 6 उर्वरक यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के
गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू 4th। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തരിശുനില പച്ചക്കറി കൃഷിക്ക് ധനസഹായം, കാലിത്തൊഴുത്ത്, ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം, തീറ്റപ്പുൽ കൃഷി എന്നിവയ്ക്ക് സാമ്പത്തിക സഹായം. വിശദമായ വാർത്തകളിലേക്ക്. കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി തരിശു നിലങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ധനസഹായം നൽകുന്നു. 1000 ഹെക്ടർ തരിശുനില പച്ചക്കറി കൃഷി വ്യാപനത്തിനാണ് ലക്ഷ്യമിടുന്നത്. കർഷകർ, കൃഷിഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികൾ, കർഷക സംഘങ്ങൾ, യൂത്ത് ക്ലബ്ബുകൾ എന്നിവർക്ക് പദ്ധതിയിൽ അംഗങ്ങളാകാം. പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് 1 ഹെക്ടറിന് 25,000 രൂപയും സ്ഥലമുടമയ്ക്ക് ഹെക്ടറിന് 5,000 രൂപയും ധനസഹായം നൽകും. കായലിൽ കൂട് മത്സ്യകൃഷി തുടങ്ങാൻ താൽപര്യമുള്ളവർക്ക് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം നാളെ സൌജന്യ പരിശീലനം നൽകുന്നു. തൃപ്പൂണിത്തുറ ശ്രീനാരായണ വിദ്യാപീഠത്തിന് സമീപമാണ് പരിശീലന കേന്ദ്രം. കൂട് നിർമ്മാണം, അനുയോജ്യമായ സ്ഥലം കണ്ടെത്തൽ, മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന വിധം, തീറ്റ നൽകൽ തുടങ്ങി കൂട് കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിശീലനം നൽകും. കൂടാതെ നൂതന കൃഷിരീതിയായ അക്വാഫോണിക്സിനെ കുറിച്ചും ക്ലാസ് എടുക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9444324433. മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദന യൂണിയൻ കാലിത്തൊഴുത്ത് നിർമ്മാണം, തീറ്റപ്പുൽ കൃഷി, ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം എന്നിവയ്ക്ക് ധനസഹായം നൽകുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രാഥമിക സംഘങ്ങളിൽ നിന്ന് 90 ദിവസം പാലളന്ന ക്ഷീര കർഷകർക്ക് കാലിത്തൊഴുത്ത് നിർമ്മാണത്തിനും 180 ദിവസം പാലളന്ന ക്ഷീര കർഷകർക്ക് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണത്തിനും ധനസഹായം 10,000 രൂപ വീതം നൽകും. ചുരുങ്ങിയത് 500 ലിറ്റർ പാലളന്ന കർഷകർക്ക് 25 സെന്റ് സ്ഥലത്ത് പുൽകൃഷി ചെയ്യാൻ സഹായം നൽകും. പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ കർഷകർക്കാണ് സഹായം ലഭിക്കുക. തൊഴുത്ത് നിർമ്മാണത്തിന് 800 പേർക്കും ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണത്തിന് 250 പേർക്കും പുൽകൃഷിക്ക് 750 പേർക്കുമാണ് സഹായം നൽകുക. സങ്കരയിനം വിത്തിനങ്ങളായ CO3, CO4, CO5, ഗിനി, കിളിക്കുളം തുടങ്ങിയ പുലിനങ്ങൾ കൃഷി ചെയ്യുന്നതിനാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷീരകർഷകർ പ്രാഥമിക ക്ഷീരസംഘങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ്. നബാർഡിന്റെ നേതൃത്വത്തിൽ കാർഷിക വികസന ഏജൻസികളുടെ സഹായത്തോടെ കൽപ്പറ്റയിൽ മെയ് 23 മുതൽ 28 വരെ മലബാർ അഗ്രിഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. കാർഷിക സെമിനാറുകൾ, വിവിധ കാർഷിക പ്രദർശനങ്ങൾ, ചക്ക മഹോത്സവം എന്നിവ മലബാർ അഗ്രിഫെസ്റ്റിലുണ്ടാകും. മൃഗസംരക്ഷണ മേഖലയിലെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾ, നഗരപാലിക സ്ഥാപനങ്ങൾ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമസഭകളാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുക. കറവയന്ത്രം വാങ്ങുന്നതിന് 5 പശുക്കളെങ്കിലുമുള്ള ക്ഷീരകർഷകർക്ക് ധനസഹായം നൽകും. പൊതുവിഭാഗത്തിൽ 25,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 30,000 രൂപ വരെയും ധനസഹായം ലഭിക്കും. ആട് വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഗുണഭോക്താക്കൾക്ക് വിലയുടെ 75% എന്ന കണക്കിൽ 12,000 രൂപ വരെ ലഭിക്കും. 6 മുതൽ 8 മാസം വരെ പ്രായമുള്ള കാളക്കുട്ടി, പോത്തുകുട്ടി, കിടാരി എന്നിവയ്ക്ക് പൊതുവിഭാഗത്തിന് 8,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 10,000 രൂപ വരെയും നൽകും. 5 അതിലധികമോ പശുക്കളുള്ള ഫാം ഉടമകൾക്ക് ഫാം വികസനത്തിനായി പരമാവധി 25,000 രൂപ ധനസഹായമായി ലഭിക്കും. ഇറച്ചിക്കോഴി വളർത്തലിന് 25,000 രൂപയുടെയും മട്ടുപ്പാവിലെ മുട്ടക്കോഴി വളർത്തലിന് 10,000 രൂപയുടെയും ധനസഹായ പദ്ധതിയുണ്ട്. വെള്ളയാണി കാർഷിക കോളേജിലെ പ്ലാന്റ് പത്തോളജി വിഭാഗത്തിലെ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 29, 30 തീയതികളിലാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0417388042, മൊബൈൽ നമ്പർ 9446033030. കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 12,800 രൂപ, കോഴിക്കോട് 14,400, തൃശൂർ 12,700 രൂപ. കൊപ്ര കൊച്ചി 8,630 രൂപ, കോഴിക്കോട് 9,200, തൃശൂർ 8,625 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 51,100 രൂപ, കുരുമുളക് ഗാർബിൾഡ് 53,100. ചുക്ക് മീഡിയം 9,750 രൂപ, ചുക്ക് ബെസ്റ്റ് 11,750. മഞ്ഞൾ സേലം 8,500 രൂപ, മഞ്ഞൾ ഈറോഡിൽ 9,000 രൂപ. അടയ്ക്ക പഴയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,600. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,500, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,700 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ കിൻഡലിന് 12,800 രൂപ, കൊപ്ര 8,630, പിണ്ണാക്ക് എക്സ്പെല്ല 2,300, പിണ്ണാക്ക് റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 51,100 രൂപ, കുരുമുളക് ഗാർബിൾഡ് 53,100. ചുക്ക് മീഡിയം 9,750, ചുക്ക് ബെസ്റ്റ് 11,750. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150 മുതൽ 170 വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 260 മുതൽ 325 രൂപ വരെ. ജാതിപത്രി 400 മുതൽ 550 രൂപ വരെ. ഗ്രാമ്പൂ 650 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് ക്വിന്റലിന് 12,400 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,600, ഒട്ടുപാൽ 8,800, ലാറ്റക്സ് 8,800 രൂപ. കമ്പോള അവലോകനം. വിദേശ കുരുമുളക് ഉയർത്തിയ ഭീഷണിയിൽ ഉൽപ്പന്ന വില ക്വിന്റലിന് 7,000 രൂപ ഒരു മാസത്തിനിടയിൽ ഇടിഞ്ഞു. വില തകർച്ച കർഷകരെയും സ്റ്റോക്കിസ്റ്റുകളെയും സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. വിയറ്റ്നാം, ശ്രീലങ്കൻ കുരുമുളകാണ് ഇറക്കുമതി നടക്കുന്നത്. വിലയിടിവ് ഭയന്ന് ഉൽപാദകർ പുതിയ കുരുമുളക് കിലോ 496 രൂപയ്ക്ക് കൈമാറി. ഏലക്ക സ്റ്റോക്കിസ്റ്റുകൾ സീസൺ ആരംഭിക്കും മുമ്പായി ചരക്ക് വിൽപ്പനയ്ക്ക് ഇറക്കാൻ ഉത്സാഹിച്ചു. STCയിൽ നടന്ന ലേലത്തിൽ വലിപ്പം കൂടിയ ഇനങ്ങൾ കയറ്റുമതിക്കാർ ശേഖരിച്ചിട്ടും കിലോഗ്രാമിന് 1,133 രൂപയ്ക്ക് മുകളിൽ ഉറപ്പുവരുത്താനായില്ല. ശരാശരി ഇനങ്ങൾ 872 രൂപയിലാണ്. പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം കുറഞ്ഞത് നാളികേരോൽപ്പന്നങ്ങളെ മൊത്തത്തിൽ തളർത്തി. പ്രമുഖ മാർക്കറ്റുകളിൽ എണ്ണ, കൊപ്ര വിലകൾ ഇന്ന് താഴ്ന്നു. വ്യാവസായിക ഡിമാൻഡ് മങ്ങിയതിനിടയിൽ ഷീറ്റ് വിൽപ്പനയ്ക്കിറക്കാൻ ഒരു വിഭാഗം നടത്തിയ നീക്കം വിപണിയെ തളർത്തി. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 125 വരെ താഴ്ന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 27. കൊച്ചി 34.7, 25.5. ആലപ്പുഴ 35, 24.5. പുനലൂർ 34.5, 24.5. തിരുവനന്തപുരം കൂടിയ താപനില 33.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.3 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.